നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദോശയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന നല്ല അടിപൊളി ഒരു കോമ്പിനേഷനായ ഉടച്ചൊഴിച്ച മുട്ടക്കറിയാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. കറി ഉണ്ടാക്കുന്നതിന് ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു 3 സവാള ചെറുതാക്കി അരിഞ്ഞത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടുന്നതിന് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും ഒരു 4 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴട്ടിയെടുക്കാം. മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുമ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കറിവേപ്പില, ഒരു 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴട്ടിയെടുക്കാം. മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാ സാധനവും നന്നായിട്ട് ഒന്ന് പാകമായി കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ഇതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് വറുത്ത് പൊടിച്ചത് ഇത്രയും ചേർത്ത് കൊടുത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്ക് ഇതിനകത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഇതിൻ്റെ അകത്തേക്ക് ഉടച്ച് ഒഴിക്കാം. നമുക്ക് ഓരോ മുട്ടയും ഇതേപോലെ ചെറിയ ഒരു പാത്രത്തിലേക്ക് ഉടച്ചൊഴിച്ചതിന് ശേഷം കറിയിലേക്ക് പകർത്തി കൊടുക്കാം. അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റും പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്യുക. മുട്ടയൊക്കെ ഉടച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇതേപോലെ ഒന്ന് താളിച്ച് കൊടുക്കാം. അതിനുശേഷം കറിയുടെ ഗ്രേവി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഈ മുട്ടയുടെ മേളിലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് നമുക്കൊരു 3 to 4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. മൂടി വെച്ച് ഒരു 4 to 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തപ്പോൾ മുട്ടയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയൊന്ന് ഇതേകൂട്ടെ നമ്മുടെ ഈ ഒരു തവി കൊണ്ട് ഇതേകൂട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ഉടച്ചൊഴിച്ചത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് നല്ലൊരു വാസനയും നല്ലൊരു രുചിയും ലഭിക്കുന്നതിന് ഇതിൻ്റെ അകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വയംഭൻ മുട്ട ഉടച്ചൊഴിച്ചത് റെഡിയായിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറ്, ചപ്പാത്തി, പുട്ട്, ദോശ എന്നിവയുടെയൊക്കെ കൂടെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.